അങ്കിൾ ഇന്ന് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ആദ്യം നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് പറ. എൻ്റെ പേര് അഭിമന്യു വിയൻ, വീട്ടിൽ വിളിക്കുന്നത് അപ്പു. എൻ്റെ പേര് വാസുദേവ്, വീട്ടിൽ വിളിക്കുന്നത് വാസു. ഓക്കെ. നിങ്ങൾക്ക് വലുതാവുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന പോലെ അങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് വലുതാവുമ്പോൾ ആരാകാനാണ് ആഗ്രഹം? എനിക്ക് കൂടുതൽ സ്പോർട്സ് ആണ് ഇഷ്ടം. അത് കാരണം ഒന്നെങ്കിൽ ഫുട്ബോൾ പ്ലെയർ അല്ലെങ്കിൽ ബാഡ്മിന്റൺ പ്ലെയർ എന്നാണ് ആഗ്രഹം. എനിക്ക് സ്പോർട്സ് ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ എന്നാലും എനിക്ക് ഗവൺമെന്റ് സിവിൽ എഞ്ചിനീയർ ആവണമെന്നാണ് എൻ്റെ ഇഷ്ടം. പിന്നെ അടുത്തൊരു ചോദ്യം ഞങ്ങൾ ചോദിക്കട്ടെ. ജീവിതത്തിൽ വലുതാവുമ്പോൾ നിങ്ങൾക്ക് ആരാകണമെന്ന് ഞങ്ങൾ ചോദിച്ചല്ലോ. അതേപോലെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഒരു മനുഷ്യനാകണമെന്നാണ് ആഗ്രഹം? ഒത്തിരി കാശുള്ള ഒരാളാണോ, അതോ ഒത്തിരി പ്രശസ്തിയൊക്കെ നേടുന്ന ഒരാളാണോ, അതോ ഒരു നല്ല സാധാരണ ഒരു മനുഷ്യനെ പോലെ ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനാകണം? കാശും വേണ്ട, കുറച്ച് കാശും വേണ്ട, ഒരു സാധാരണ ഒരു മനുഷ്യനായിട്ട് നല്ല മനസ്സോടെ ജീവിക്കണം എന്നാണ്. എനിക്കും അങ്ങനെ ഒരു നോർമൽ ജീവിതം. ഓക്കെ ഓക്കെ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിപ്പം നാട്ടിലൊക്കെ പറഞ്ഞിട്ടില്ലേ, ലഹരി ആളുകൾ വഴി അല്ലേ, കൊച്ചുകുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു, നേരെ അവർ തെറ്റായ മാർഗങ്ങളിലൊക്കെ പോകുന്നു. നിങ്ങൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഈ പ്രായത്തിലുള്ള നിങ്ങൾ ഏതൊക്കെ സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? ഞാൻ 6th 5th. അപ്പം നിങ്ങൾ എന്താണ് അതിനെപ്പറ്റി നിങ്ങൾക്ക് ഉള്ള അറിവ് എന്താണ്? എന്താണ് ലഹരി? അത് ഉപയോഗിക്കുന്നത് മൂലം സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? കുറെ പ്രശ്നങ്ങൾ വരും, മാനസികമായിട്ട് പ്രശ്നങ്ങളും കൂടാതെ അസുഖങ്ങളും വരും. പിന്നെ അവർക്ക് സ്വന്തം മാതാപിതാക്കളെ നിന്ന് മാറി നിൽക്കുകയും അവരായിട്ട് ഒരു ഒറ്റപ്പെടുത്തിയിടുകയും എല്ലാ ദിവസവും മിണ്ടാതെ പോവുക, അച്ഛനും അമ്മമാരുടെ ഒന്ന് സംസാരിക്കാതെ വേഗം പോയി കഥ അടച്ചൊരു ഒറ്റപ്പെട്ട ലഹരി ഉപയോഗിക്കുമ്പോൾ അങ്ങനെയൊക്കെയായി മാറുമെന്നാണ് പറയുന്നത്. അപ്പുവിന്റെ എന്താണ്? ലഹരി ഉപയോഗിക്കുമ്പോൾ ക്യാൻസർ പോലെ കുറെ രോഗങ്ങൾ വരും. ക്യാൻസറിന് ഇതുവരെയ്ക്കും മരുന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ഭയങ്കര പ്രശ്നമുണ്ടാക്കും. അത് മാത്രമല്ല, നമ്മള് ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ നമ്മളൊരു മനുഷ്യനല്ലാതെ ആവും അത് യൂസ് ചെയ്താല്. നമ്മൾ മനുഷ്യനല്ലാതെ വേറൊരു സ്വഭാവമുള്ളൊരു ജീവിയെ പോലെ, ഒരു മൃഗത്തിന് തുല്യമായി മാറും അല്ലേ ലഹരി? നമ്മുടെ ലിവറിനും പലതരം അസുഖവും വരാനും കാരണമാകും. നിങ്ങൾ അച്ഛൻ ഈ അങ്കിളൊരു അച്ഛനാണല്ലോ. അപ്പം അങ്കിളിനെ എപ്പോഴും ചിന്തിക്കുന്നത് അങ്കിളുടെ മക്കളെ വലുതാവുമ്പം അവർ വളർന്ന് നല്ല ജോലിയൊക്കെ നേടി അച്ഛനെ അമ്മയൊക്കെ അവർ നോക്കി അല്ലേ, അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കണമെന്നാണ് അങ്കിള് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അങ്കിള് മനസ്സിലാക്കിയതും അങ്കിള് അതിനുവേണ്ടിയാണ് അങ്കിള് നോക്കുന്നത്. നിങ്ങൾ വലുതാവുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? എന്നുവെച്ചാൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഹയർ സ്റ്റഡീസായിട്ട് നമ്മൾ ഇന്ത്യക്ക് പുറത്ത് പോയി പഠിച്ച് ആ ഒരു നിലയിലൊക്കെ പോയില്ലേ അല്ലേ? നമ്മൾ നാട് വിട്ട് ചിലപ്പം ജോലിയുടെ ആവശ്യമായിട്ട് പോകേണ്ടി വരും. അപ്പം അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ ഒറ്റപ്പെടും. അപ്പം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തെ അങ്ങനെ നോക്കി കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ? സാഹചര്യം അനുസരിച്ചായിരിക്കും ഒരു ഇതെടുക്കണം. ഇപ്പം സാഹചര്യം അനുസരിച്ച് ഇപ്പം അതാ വെളിയിൽ പോയി പഠിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. സാഹചര്യം അനുസരിച്ചായിരിക്കും ഞാൻ ഡിസിഷൻ എടുക്കണത് ആ സമയത്ത്. പിന്നെ അച്ഛനും അമ്മയും മെയിൻ ആണ് എനിക്ക്. അച്ഛനും അമ്മേനെ വിട്ടിട്ട് അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടുള്ളല്ലോ എന്തായാലും. ആദ്യം സാഹചര്യം പോലെയാണ് ഹയർ സ്റ്റഡീസ് ചെയ്ത് ഒരു ജോലി നേടിയിട്ട് അച്ഛനും അമ്മയും ഒരു നല്ല വീടൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ സെറ്റിലാക്കി ഒരു നല്ല ഒരു ഇതില് കൊണ്ടുപോകണം. അതാണ് ആഗ്രഹം. ഞാനും ഒരു വലിയ ജോലി കിട്ടിയിട്ട് ഒരു വീട് പണിഞ്ഞ് അവരെ എന്റെ വീട്ടിലേക്ക് വിളിച്ച് ഞാൻ തന്നെ അവരെ നോക്കുകയാണ് ആഗ്രഹം. എന്നുവെച്ചാല് നിങ്ങൾ പറയുന്നത് അച്ഛനമ്മമാരെ കൂടെ തന്നെ ടേക്ക് കെയർ ചെയ്യാം അല്ലെ, അതിന് വേണ്ട ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എന്നാണ് നിങ്ങളുടെ ഒരാഗ്രഹം അല്ലേ? നിങ്ങളുടെ കാഴ്ചപ്പാട് അതാണ് അല്ലെ ജീവിതത്തെ പറ്റി. ഓക്കെ, വളരെ നല്ല കാര്യമാണ്. ഇതൊക്കെ ചോദിക്കുന്നത് അങ്കിളിന് ചെറിയ പ്രായത്തിൽ അങ്കിള് ചിന്തിച്ച ചില കാര്യങ്ങളില്ലേ, അതൊക്കെയാണ് ചോദിക്കുന്നത്.
ഇനി ഒരു നല്ല ഒരു ഹ്യൂമൻ ബീങ് അല്ലേ, നല്ലൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അവർക്ക് എന്തൊക്കെ ക്വാളിറ്റി വേണം? മറ്റവരെ കുറെ ഹെൽപ്പ് ചെയ്ത് നമ്മള് കൂടുതൽ അഹങ്കാരം ഒന്നും കാണിക്കാതെ ഒരു നല്ല മനുഷ്യനായി മറ്റവരെ ഹെൽപ്പ് ചെയ്ത് ജീവിക്കണം. അതാണ്. റെസ്പോൺസിബിൾ വേണം, എല്ലാ കാര്യങ്ങളും റെസ്പോൺസിബിളും എല്ലാം ശ്രദ്ധ വേണം, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് വേണം, പഠിത്തത്തിനും ഈക്വൽ, സ്പോർട്സിനും ഈക്വൽ, എല്ലാവരും ഈക്വൽ ആയിട്ട് ഇതോടും. ഓക്കെ 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 നിങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് വളരെ നല്ല അല്ലേ. നിങ്ങൾ ഇതൊക്കെ നോക്കിക്കാണുന്നു ഈ പ്രായത്തിലും, ഒരാൾ 5th സ്റ്റാൻഡേർഡിൽ, ഒരാൾ 6th സ്റ്റാൻഡേർഡിലും, ഈ കാലഘട്ടത്തിലും ഈ ഒരു ഏജിലും അല്ലേ, ഈ സമൂഹത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ സമൂഹത്തിൽ ഇതൊക്കെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് അറിയാനുള്ളൊരു ആഗ്രഹത്തിലാണ് അങ്കിൾ ഈ ചോദ്യമൊക്കെ ചോദിച്ചത്. ഇത്ര വലിയ രീതിയിൽ ചിന്തിക്കാനുള്ള പ്രായം നമുക്ക് ആയിട്ടില്ല അല്ലേ. കൂടുതൽ ജീവിതത്തെ അത്ര വലിയ സീരിയസ് ആവേണ്ട ഒരു ഏജൊന്നും നമുക്കായിട്ടില്ല. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് കളിച്ച് ചിരിച്ച് അച്ഛനും അമ്മയും ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് അല്ലേ. വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ജസ്റ്റ് നിങ്ങൾ സമയം കിട്ടിയപ്പോൾ നിങ്ങൾ ഇവിടെ കൂടി ചേർന്നപ്പോൾ അങ്കിൾ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. എല്ലാവരും നമ്മുടെ VV7 ബ്ലോഗിങ്ങിനും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കല്ലേ. നന്ദി, നമസ്കാരം.